Hi friends, welcome back. 10,000 രൂപ റേഞ്ചിലൊക്കെ നിങ്ങളൊരു നല്ല ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നിങ്ങളുടെ ആഗ്രഹത്തിലുണ്ടെങ്കിൽ ആ റേഞ്ചിൽ ഒരു പുതിയ താരം വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന Realme Narzo N53. അത്യാവശ്യം ആ ഒരു പ്രൈസിന് പറ്റിയ ഒരു ഫോണാണ്. കുറേയധികം നല്ല ഘടകങ്ങളുണ്ട്. സ്പെഷ്യലി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആ ഒരു പ്രൈസിന് തന്നെ കൊടുക്കുന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റെക്കമെൻഡ് ചെയ്യുന്ന ഘട്ടത്തിലോ ഒക്കെ യൂസ്ഫുൾ ആയേക്കാം. ഇതിൻ്റെ ബോക്സിൽ നിന്ന് ഈ ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. ഇതിന് ഇവർ പറയുന്നത് കാലിഫോർണിയ സൺഷൈൻ ഡിസൈൻ എന്നാണ്. 10,000 രൂപയുടെ വിലയിൽ വരുന്ന ഒരു ഫോണാണെന്ന് ഓർക്കുമ്പോൾ നന്നായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ കൂടെ ബോക്സിലും അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഡോക്യുമെന്റേഷൻ, ഒരു നല്ല ക്വാളിറ്റി കേസ്, 33 വാട്ടിൻ്റെ ചാർജർ, ചാർജിങ് കേബിൾ, എല്ലാ ഘടകങ്ങളും സിം ടൂൾ അടക്കം അത്യാവശ്യം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബോക്സ് വന്നിരിക്കുന്നത്. ഒരു ഓവർവ്യൂ നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വോളിയം ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ഇവിടെ കാണാം. അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. താഴെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഗില്ലും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം സ്ലോട്ടാണ് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ മനസ്സിലായല്ലോ. ഫ്രണ്ട് ഡിസ്പ്ലേ വന്നിട്ട് 6.74 ഇഞ്ച് വരുന്ന 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പുറത്തൊക്കെ ചെല്ലുമ്പോഴും ഒരു ശരാശരി നിലവാരത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നല്ല, ഒരു നോർമൽ യൂസിനൊക്കെ പറ്റി ഈ ഒരു പ്രൈസിലെ ഫോണിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് തീർച്ചയായിട്ടും പുറമെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നോച്ച് ഡിസൈൻ ആണ്, പക്ഷേ ഈ ഒരു വില ആയതുകൊണ്ട് ഓക്കെ എന്ന് പറയാം അല്ലേ. അല്ല, ഇതിനും കൂടിയ വിലയ്ക്ക് നോച്ച് ഡിസൈൻ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് യൂട്യൂബിലൊക്കെ 4K സംഭവങ്ങളൊന്നും ഇല്ല. ഫുൾ HD ഒക്കെ തന്നെയാണ് മാക്സിമം. അതേപോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ വൈഡ് ബൈ L1 ഇല്ല. അതേപോലെ HDR അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല. ഒക്കെ ഒരു മിനിമം സെറ്റപ്പാണ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വൈസ്. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊന്നും ഇല്ല. ഉള്ള സൗണ്ട് ക്വാളിറ്റി ഇതാ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു വിലയ്ക്കുള്ള സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ശബ്ദം കേൾക്കുന്നത് ഇച്ചിരി കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതൊന്നും മൈൻഡിൽ വെച്ചോളൂ. ഭയങ്കര ലൗഡായ ഒരു സ്പീക്കർ അല്ല ഉള്ളത്. ഇച്ചിരി ഒരു മീഡിയം ലെവലിലുള്ള ഒരു സ്പീക്കറാണ്. ക്വാളിറ്റി വലിയ കുഴപ്പമില്ലെന്ന് പറയാം ഈ വിലയ്ക്ക്. പക്ഷേ ലൗഡ്നെസ് കുറവാണ്. പെർഫോമൻസിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നൈസായിട്ട് കിടന്ന പെർഫോമൻസ് തരുന്നുണ്ട്. നമുക്ക് യാതൊരു ഇഷ്യൂസും തോന്നിയില്ല. പ്രൊസസ്സർ വന്നിട്ട് യൂണിസോക്കിൻ്റെ T612 എന്ന ചിപ്സെറ്റാണ്. ആൻഡ്രോയിഡ് 13 വരുന്നത്. റിയൽമി UI വേർഷൻ T എഡിഷൻ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ നൈസായിട്ട് ഉപയോഗിക്കാം. ഞാൻ അത്യാവശ്യം ഒരു ചെറിയ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ചൊക്കെ നോക്കി. ടെമ്പിൾ റൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസായിട്ട് ഗെയിം പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. വേറെ പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആ ഒരു പ്രൈസിന് കാണുന്ന ഒരു മിനിമം എക്സ്പീരിയൻസ്, ഗെയിമിംഗ് ഫോണെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ഒരു മിനിമം പെർഫോമൻസ് നമുക്കിവിടെ കാണുന്ന പോലെ കിട്ടുന്നുണ്ട്. ഈ ടെമ്പിൾ റണ്ണൊക്കെ കളിക്കുമ്പോഴും വേറെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നില്ല. സോ ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, ആ വിലയ്ക്ക് പറ്റിയ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളത് ഈ കാണുന്നതാണ് മിനി ക്യാപ്സ്യൂൾ. കണ്ടോ, ചാർജ് ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സെറ്റിംഗ്സിൽ ഇത് എനേബിൾ ചെയ്യണം. നിങ്ങൾ എനേബിൾ ചെയ്താൽ ഈ രീതിയിൽ ചാർജ് ചെയ്യുമ്പോൾ നൈസായിട്ടൊരു ഡൈനാമിക് ഐലൻഡ്, അത് ഒരു വെറൈറ്റി ഡൈനാമിക് ഐലൻഡ് ഇതുപോലെ വർക്ക് ചെയ്യും. പിന്നെ അതിനകത്ത് ഒരുപാട് ബ്ലോട്ട് വയേഴ്സ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതേപോലെ ഒരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പ്രൊട്ടക്ഷൻ, ഒരു സ്കാനിംഗ് ഒക്കെ കൊടുത്ത് അവിടെ ഒരു പരസ്യമൊക്കെ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. എങ്കിലും ഓവറോൾ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. കൃത്യമായ വില എനിക്ക് അറിയില്ല. 10,000 താഴെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നത്. നോക്കാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ചാർജർ ഈ ഒരു വിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ബാറ്ററി ലൈഫിലൊന്നും വലിയ പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. ക്യാമറയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ ഇമേജുകൾ. എങ്ങനെയുണ്ട് സംഗതി? കൊള്ളാവോ? ഈ ഒരു പ്രൈസിൻ്റെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. 4K ഷൂട്ടിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫുൾ HD തന്നെ. എന്തായാലും ഈ ഒരു വിലയ്ക്ക് ഫോൺ എടുക്കാൻ മുമ്പ് ഈ ഫോണിൽ ഈ ഒരു ക്യാമറ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സെൽഫിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന തരത്തിലുള്ളൊരു സെൽഫി ക്വാളിറ്റിയൊക്കെയാണ് കിട്ടുന്നത്. സോ ഇതിനെക്കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് പറയാനില്ല. ഒരു ശരാശരി, ആ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഒരു ശരാശരി ക്വാളിറ്റിയാണ് ക്യാമറയുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് പോലും ഈ ഫോണിന് അറിയില്ല. നല്ല കുലുക്കമുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുക. ബട്ട് ഈ കാണുന്ന ക്വാളിറ്റി ഇതിനുണ്ട് താനും. മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും ക്യാമറയും പെർഫോമൻസും എല്ലാം ആ ഒരു വിലയ്ക്കുള്ള ഒരു ശരാശരി നിലവാരം. ആ വിലയ്ക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ് മാത്രമാണ്. 33 വാട്ടിൻ്റെ ചാർജിങ് അത് ബെസ്റ്റാണ് ആ പ്രൈസ് റേഞ്ചിൽ. ബാക്കിയെല്ലാം അവിടെ കിട്ടേണ്ടുന്ന ഒരു നിലവാരമുള്ളൊരു സംഗതിയാണ്. സോ ഒരു ഡീസൻറ്റ് ഫോണാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇതൊരു 4G ഫോണാണ്.
സോ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ഒരു 10 രൂപ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ എങ്ങനെയെങ്കിലും കടന്ന് ഒരു 10, 11, 12 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾ ഫോണുകൾ നോക്കുകയാണെങ്കിൽ അവിടെ സാംസങ്ങിൻ്റെ തന്നെ M13 പോലുള്ള ഫോണുകൾ, Redmi 11 പ്രൈം പോലുള്ള ഫോണുകൾ, ലാവ ബ്ലേസ് 5G പോലുള്ള ഫോണുകളൊക്കെ ആ ഒരു പ്രൈസിൽ 10, 11 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സോ കഴിവതും 5G തന്നെ എടുക്കാൻ നോക്കുക. ഇത് 4G ഫോണാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. 5G എല്ലായിടത്തും എത്തി തുടങ്ങി. സോ 5G ഫോൺ എടുക്കുന്നതാവും കുറച്ചുകൂടി നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എടുക്കാം. 2 സ്റ്റോറേജ് വേരിയൻറ്റുകളാണ് വരുന്നത്, 4GB 64 6GB 128. സോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പ്രൈസ് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും പർച്ചേസ് ലിങ്കും പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്രയുമാണ് Realme Narzo N53 എന്ന ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.